ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2025 പ്രാരംഭ ക്വാർട്ടറിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമൊക്കെ ആവർത്തിച്ച് പഠിക്കുവാൻ കൃപ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഹാർദവുമായ പുതുവത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബ സ്കൂൾ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചും നാം ധാരാളം കേട്ട് പഠിക്കുന്ന ജനമാണ്. ദൈവം സ്നേഹമാണ് എന്ന് അനുഭവിച്ചറിയുവാൻ തരുന്ന ഓരോ നിമിഷവും എത്ര വിലയേറിയതാണെന്ന് ഗ്രഹിക്കുന്നവർക്ക് അത് വളരെ ആസ്വാദ്യമാണ്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഈ ക്വാർട്ടർ മുഴുവനും പഠിക്കുവാൻ പോകുന്നത് സ്നേഹവാനായ ദൈവത്തിൻ്റെ നീതിയും സ്നേഹത്തിൻ്റെ ആഴവും എത്ര വലിയതാണ് എന്നുള്ള പാഠങ്ങളാണ്. അതിൽ രണ്ടാമത്തെ പാഠമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഈ ആഴ്ചയിലെ പാഠമെന്ന് പറയുന്നത്, ആ പാഠത്തിൻ്റെ അടിസ്ഥാന ഹെഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലക്കെട്ടെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹമാണ് എന്ന്. ദൈവം നമുക്ക് ഉടമ്പടി തന്നിട്ടുണ്ട്, വാഗ്ദത്തം തന്നിട്ടുണ്ട്. വാഗ്ദത്തം നിറവേറലിനായിട്ട് നമ്മെ കൊണ്ട് ഉടമ്പടിയും ചെയ്യിപ്പിക്കുന്നു. ആ സ്നേഹത്തെക്കുറിച്ചാണ്, ആ ഉടമ്പടി സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഈ ആഴ്ചയിൽ നാം പഠിക്കുവാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത്. അതിൻ്റെ ആധാരവാക്യം അല്ലെങ്കിൽ മനപ്പാഠവാക്യമെന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹത്തെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കാണിച്ചു തന്നതും കേൾപ്പിച്ചു തന്നതും അനുഭവിപ്പിച്ചതുമായ ആ സ്നേഹത്തിൻ്റെ വിവരണമാണ്. അതിൽ 14-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ ഇപ്രകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ ആധാരത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ പുത്രൻ ആയി അല്ലെങ്കിൽ മനുഷ്യവേഷത്തിൽ വന്ന് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന കർത്താവ് മനുഷ്യരോട് പറയുന്നതായ ഒരു കാര്യമാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ദൈവം ഇത് മാത്രമാണ്. ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ ആക്കി തീർക്കുകയാണ്. നാം സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അവിടുത്തെ പ്രമാണങ്ങളെ അനുസരിക്കാതിരിക്കുകയും അല്ലെ അവിടുത്തെ വചനത്തെ നമ്മൾ കൂട്ടാക്കാതെ ജീവിക്കുകയും ചെയ്താൽ അത് സ്നേഹമേ ആകുന്നില്ല, വെറും വാക്ക് മാത്രമായി തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ വചനത്തെ എന്ത് ചെയ്യും? പ്രമാണിക്കും. അങ്ങനെയുള്ളവരെ പിതാവ് എന്ത് ചെയ്യും? പിതാവും സ്നേഹിക്കും. ദൈവത്തിനോട് കൂട്ടായ്മ ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ ഇടയിൽ വസിക്കും എന്നുള്ളതായ മനോഹരമായ തലക്കെട്ടോടുകൂടിയ മനപ്പാഠവാക്യത്തോടുകൂടിയ ഈ ആഴ്ചത്തെ പാഠത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ധാരാളം നാം ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആകമാനം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അവിടുത്തെ സ്നേഹം ധാരാളമായിട്ട് എല്ലാ സൃഷ്ടികളിലേക്കും പകർന്നിട്ടുണ്ട്. സർവ സൈന്യത്തിൻ്റെയും ഉടയവനായ കർത്താവ് സകല സൃഷ്ടികളെയും സ്നേഹിക്കുമ്പോൾ മനുഷ്യരെ വിവേകമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി അവിടുത്തെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം ഉടമ്പടി ചെയ്യുന്ന അനുഭവമാണ് ഈ ആഴ്ച നാം പഠിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നിത്യമായ സ്നേഹമാണ് ദൈവം മനുഷ്യർക്ക് നൽകിയത്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുമ്പോൾ, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. നിത്യമെന്ന് പറയുമ്പോൾ മാറ്റപ്പെടാത്ത സ്നേഹമെന്നാണ് അതിൻ്റെ അർത്ഥം, എന്നും നിലനിൽക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. യെശയ്യാവിൻ്റെ പുസ്തകം 48-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം ആരാണെന്ന് അവിടുന്ന് തന്നെ അരുളിച്ചത്. ഞാൻ അനന്യൻ,
ഞാൻ ആദ്യൻ, ഞാൻ അന്ത്യൻ. മാറ്റമില്ലാത്ത ദൈവം തൻ്റെ മാറാത്ത സ്നേഹം മനുഷ്യന് കൊടുത്തപ്പോൾ ആ സ്നേഹം നിത്യമാണ് എന്ന് അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഇപ്പോൾ അതിൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സങ്കീർത്തനം 33:5 145:9 ഒക്കെ വായിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ വചനത്താൽ അവിടുത്തെ ഇഷ്ടത്താലെ സകലത്തെയും ഉളവാക്കിയവനാണ്. സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച ഈ ദൈവം അവിടുത്തെ സ്നേഹം സകല സൃഷ്ടികളിലും പകർന്നിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 145 സങ്കീർത്തനം 9 എന്താ പറയുന്നതെന്ന് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവർത്തികളോടും അവന് കരുണ തോന്നും. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം കരുണയിൽ പൊതിഞ്ഞ നിത്യമായ സ്നേഹമാണ്. എല്ലാത്തിനോടും സ്നേഹം, കരുണയുള്ള ദൈവമാണ്. എല്ലാത്തിനെയും സ്നേഹിക്കുന്നത് കരുണയോടെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് അറിയിക്കുകയാണ്. അപ്പൊ ഈ കരുണയുള്ള ദൈവം സകല സൃഷ്ടികളോടും കരുണ കാണിക്കുമ്പോൾ എല്ലാ സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കുവാൻ കഴിവില്ല. എല്ലാ സൃഷ്ടികൾക്കും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ഉള്ള കഴിവില്ല. എന്നാൽ മനുഷ്യന് അതിനുള്ള വിവേകം ദൈവം കൊടുക്കുകയുണ്ടായി എന്ന് വേദപുസ്തകത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെയും നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 3:16 ആ എവർലാസ്റ്റിംഗ് അല്ലെങ്കിൽ ആ നിത്യ സ്നേഹത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. എന്താണ് ആ നിത്യസ്നേഹം? ദൈവത്തിന്റെ നിത്യസ്നേഹം കാണിക്കുവാനാണ് തൻ്റെ ഏകജാതനെ ഈ ഭൂപരപ്പിലേക്ക് മാനവ കുലത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഓരോ മനുഷ്യനും വിടുതൽ പ്രാപിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചത്. എന്നാൽ ഈ പുത്രനെ അയച്ചു എങ്കിലും അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ നിത്യ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി ജീവിക്കുവാനുള്ളതായ ഭാഗ്യം ലഭിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കാത്ത ദൈവത്തിന്റെ നിത്യ സ്നേഹത്തിന്റെ ആഴം എത്രയെന്ന് മനസ്സിലാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3:16 17 വളരെ ശക്തമായിട്ട് നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ നിത്യ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അഗാധമായ സത്യത്തെ നാം ഗ്രഹിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിന്റെ ആ പ്രതിഫലനമായി നിൽക്കുവാനാണ് ഈ ആഴ്ച നാം പാഠങ്ങൾ പഠിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്. അത് കരുണയോട് കൂടിയ സ്നേഹമാണെന്ന് സങ്കീർത്തനത്തില് വളരെ എല്ലാ സൃഷ്ടികളോടും കരുണ തോന്നുന്നതായ ദൈവം നമുക്കറിയാം. വായിക്കുമ്പോൾ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അവൻ ആഹാരം തക്ക സമയത്ത് കൊടുക്കുന്നു, ബാലസിംഹങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു, സകല സൃഷ്ടികളോടും കരുണ തോന്നുന്നു. വയലിലെ ലില്ലിയെ ഉടുപ്പിക്കുന്ന മനോഹരമാക്കുന്ന കരുണയുള്ള ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴം എല്ലാ സൃഷ്ടികളിലും ഉണ്ടെങ്കിലും അത് ഗ്രഹിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രതിഫലിപ്പിക്കുവാനും വിവേകമുള്ള മനുഷ്യന് അധികാരം കൊടുത്തിരിക്കുമ്പോൾ വിവേകശൂന്യരായി നാം ജീവിക്കാതിരിപ്പാൻ നമ്മുടെ ആയുസ്സിനോട് ദൈവം ഒരു വർഷത്തിന്റെ ഒരു ദിവസം കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഈ ആഴമായ സ്നേഹത്തെ ഗ്രഹിക്കുവാൻ തക്കവണ്ണമാണ്. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്, അത് മാറിപ്പോകുന്നതേ അല്ല. മാറ്റമില്ലാത്ത ദൈവത്തിന്, തൻ്റെ വാക്കിനെ മാറ്റുവാൻ കഴിയാത്ത ദൈവത്തിന് പാപികളെ രക്ഷിക്കുവാൻ കണ്ട ഏക മാർഗം തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ മനുഷ്യകുലത്തിന് അയച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത്ര ആഴമാണ് ദൈവത്തിന്റെ നിത്യ സ്നേഹത്തിനെന്ന് നാം മനസ്സിലാക്കണം. തിങ്കളാഴ്ചത്തെ പാഠം നാം പഠിക്കുമ്പോൾ ആ പാഠത്തിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് തന്നെ അതിനെ പ്രതിഫലിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്, കരുണയോട് കൂടിയുള്ളതുമാണ്. അതവിടെ ഉണ്ട്. എന്നാൽ ആ സ്നേഹത്തിൽ നാം ആയിരിക്കണമെങ്കിൽ ഒരു ഉടമ്പടി ബന്ധം ആവശ്യമാണ് എന്ന് പാഠത്തിൽ പഠിപ്പിക്കുകയാണ്. പാഠത്തിൽ എന്നല്ല, നാം മനസ്സിലാക്കുമ്പോൾ ആ ഉടമ്പടി ബന്ധം ഒരു ഉപമ പോലെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി വേദപുസ്തകത്തിന്റെ താളുകളിൽ നമുക്കായിട്ട് രചിക്കപ്പെട്ടിരിക്കുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധം അതൊരു ഉടമ്പടി ബന്ധമാണ്.
നല്ല ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഉപമകളായിട്ട് വേദപുസ്തകത്താളുകളിൽ പറയുന്നുണ്ട്. അമ്മ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? മാറോട് ചേർത്ത് അമൃത് പകരുമ്പോൾ, ആ സ്നേഹത്തെ ആ കുഞ്ഞിന് ഊറ്റിക്കൊടുക്കുമ്പോൾ, അവളുടെ ജീവിതത്തെ തന്നെ ഊറ്റിക്കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ മനുഷ്യന് മനസ്സിലാക്കുവാൻ ഒരു ഉപമയാണത്. എന്നാൽ വേദപുസ്തകം പറയുന്നത് അമ്മ മാറിപ്പോകും, എന്നാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? തൻ്റെ സ്നേഹത്തിൽ നിന്ന്, നമ്മോടുള്ള കൃപയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. നാം ആണ് പലപ്പോഴും ആ സ്നേഹത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നത്. നമ്മുടെ തന്നിഷ്ടത്തിന് വേണ്ടി ഉടമ്പടി ബന്ധം കൂടിയ നമ്മൾ ഉടമ്പടി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുന്നത് നാം ആണെന്ന് ഗ്രഹിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇവിടെ ഉടമ്പടി ബന്ധമാണ് ദൈവസ്നേഹം നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്നതായ ഉപാധികളെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6 തൊട്ട് 9 വരെയുള്ള ഭാഗത്ത് ഈ ഉടമ്പടി ബന്ധത്തെ വളരെ വ്യക്തമായിട്ട് മോശ വരച്ചു കാട്ടി തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്നേഹത്തെ, ഉടമ്പടി ബന്ധത്തെ ആഴമായിട്ട് ഗ്രഹിക്കുവാൻ മോശ തൻ്റെ തൂലികയിൽ നിന്ന് ദൈവസ്നേഹത്തെ പകർത്തി തന്നിരിക്കുമ്പോൾ ആ ഉടമ്പടി ബന്ധം എത്ര ആഴമായി സൂക്ഷിക്കണം ഓരോ മനുഷ്യരുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാണ്. ദൈവം നമ്മെ വിശുദ്ധ ജനമാക്കിയിരിക്കുകയാണ്. നമ്മുടെ സകല അശുദ്ധികളും അഴുക്കുകളും നമ്മുടെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും എല്ലാം കഴുകിക്കളഞ്ഞ് തൻ്റെ ശുദ്ധ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ്? ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കേണ്ടുന്നതിന് ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചു, എന്നാൽ ദൈവം തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ്. നാം പോയ വഴികളിൽ നിന്ന് നമ്മെ തിരിച്ചു കൊണ്ടുവന്ന്, നാം മിസ്രയീമിന്റെ അടിമത്തത്തിലായ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ വിടുതൽ തന്ന് നമ്മെ ഒരു വിശുദ്ധ ജനമാക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ സംഖ്യയിൽ വലിയ സംഖ്യയുള്ളവരായിരുന്നിട്ടല്ല, സകല ജാതികളിലും വെച്ച് പെരുപ്പമുള്ളവരായിട്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെടുവാൻ ഇഷ്ടപ്പെടുവാൻ ആയത് അവിടുന്ന് തെരഞ്ഞെടുത്ത് എല്ലാവരെക്കാളും കുറഞ്ഞവരായിരുന്നിട്ടും നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നാമും ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യാനാണ്. അനേകം പേര് നിൽക്കുമ്പോൾ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് ദൈവം വിളിച്ചു ചേർക്കുമ്പോൾ നാമും ദൈവവുമായിട്ടൊരു വ്യവസ്ഥ ചെയ്യുകയാണ്. നീ എൻ്റേതായിരിക്കണം, ഞാൻ നിൻ്റേതായിരിക്കും എന്നുള്ളതായ ആ വ്യവസ്ഥയാണ്, ആ ഉടമ്പടിയാണ് ദൈവം തൻ്റെ ജനവുമായി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വലിപ്പം കൊണ്ടോ നമ്മുടെ പെരുപ്പം കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്ന് ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഉടമ്പടി ബന്ധം, അതിനെക്കുറിച്ച് നാം കുറേയും കൂടെ വിശദമായിട്ട് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. ആ ജനത്തെ പലതരത്തിലും ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി കൊടുത്ത് അവരെ സകല ആപത്തുകളുടെയും മുഖത്ത് അവിടുന്ന് തന്നെ സൈന്യാധിപനായി നിന്നു, അവിടുന്ന് തന്നെ വെളിച്ചമായി നിന്നു, അവിടുന്ന് തന്നെ അവർക്ക് ചൂടായി തണലായി ആഹാരമായി എല്ലാം നിന്ന് അവരെ നടത്തുമ്പോൾ അവരുമായി ചേർന്ന് ചെയ്ത ഉടമ്പടികൾ അനവധിയാണെന്ന് പുറപ്പാട് പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള ഭാഗത്ത് നമുക്ക് വായിച്ച് എടുക്കുവാൻ തക്കവണ്ണം. ആഹാരകാര്യത്തിൽ ഉടമ്പടി ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനമായിരിക്കുവാൻ ഇന്നതിന്നത് ചെയ്യണം, നിങ്ങൾ എൻ്റെ ജനമായിരിക്കുവാൻ ഞാനും നിങ്ങൾക്കും ഇടയിൽ വസിക്കുവാൻ നിങ്ങൾ എനിക്കൊരു സമാഗമന കൂടാരം ഉണ്ടാക്കണം, ആ ദൈവത്തിന്റെ എല്ലാ അരുളപ്പാടുകൾ ലഭിക്കുവാൻ നിങ്ങൾ ഇന്നതിന്നത് ചെയ്യണം. എല്ലാ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ സ്നേഹം അവർക്ക് കാഴ്ചയിലും കേൾവിയിലും അനുഭവത്തിലും മനസ്സിലാക്കി കൊടുത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മോശയുടെ പുസ്തകങ്ങളിലൂടെ. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ പറയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ വലിപ്പം കണ്ടുകൊണ്ടോ നിന്റെ പെരുപ്പം കണ്ടുകൊണ്ടോ നിന്റെ ബുദ്ധി കണ്ടുകൊണ്ടോ നീ ശ്രേഷ്ഠനാണെന്ന് വിചാരിച്ചോ അല്ല. ഇതിലെല്ലാത്തിനകത്തും ഏറ്റവും ലീസ്റ്റ് ആയിരുന്ന നിന്നെ എൻ്റെതാക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന നമ്മളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്നാണ് നമുക്ക് കർത്താവിൻ്റെ കാൽവരിയിലെ യാഗത്തിലൂടെ മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹം. ആ ഉടമ്പടി ബന്ധം എങ്ങനെ നമുക്ക് സൂക്ഷിക്കാമെന്നാണ്
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലും ഇന്ന് നമ്മുടെ മനപ്പാഠ വാക്യത്തിലും കൂടി നാം പഠിക്കുന്നത്. അവിടുത്തെ ഉടമ്പടി ബന്ധത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ അവിടുന്ന് പറഞ്ഞതുപോലെ, അവിടുന്ന് സ്നേഹിച്ചതുപോലെ, അവിടുന്ന് ജീവിച്ച് കാണിച്ചതുപോലെ നാമും അതുപോലെ ആയിത്തീരണം. അതാണ് ഉടമ്പടി. ആ ഉടമ്പടിയാണ് ദൈവവും നാമും തമ്മിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ദൈവ പൈതലിനും ഇത് അറിയാം. ഓരോ ദൈവമക്കളും വചനം വായിക്കുമ്പോൾ ഇത് വെളിപ്പെടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക്, ആഴപ്പരപ്പുകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നൊന്ന് അനുഭവിക്കുവാനാണ് വീണ്ടും ഒരവസരം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഉടമ്പടി ബന്ധത്തെക്കുറിച്ച് സ്ഥാപിക്കുന്നത്. ഭാര്യ ഭർത്തൃ ദാമ്പത്യ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഉടമ്പടി പോലെ ജീവിച്ചേ മതിയാവൂ. അവിടെ പരസ്പരം ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാൾ ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവമാണ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഇന്നത്തെ തലമുറ നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ വികൃതമായ രൂപം എത്ര ഭയങ്കരമാണെന്നും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന്റെ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്ന സ്നേഹം ഇല്ലാത്ത ഏതൊരു തലങ്ങളും വികൃതമായി തീരുമെന്ന് ഓരോ ഉടമ്പടി വിച്ഛേദനത്തിലും മനസ്സിലാക്കി തരുന്നുണ്ട്. വേദപുസ്തകത്തിലും അതുതന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ദൈവത്തിന്റെ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് നാം വിച്ഛേദിക്കപ്പെട്ട് നാം തന്നിഷ്ടക്കാരായി പോകുമ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്നതായ ആപത്ത്, പ്രയാസങ്ങള്, ആ വികൃതമായ ജീവിതത്തിന്റെ ഉടമകളായി തീരുന്ന അനുഭവങ്ങളൊക്കെ വേദപുസ്തകം നല്ല ഭംഗിയായിട്ട് രേഖപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട ദൈവ കുഞ്ഞെ, ഒരവസരം കൂടി ഇത് കേൾക്കുവാൻ ദൈവം തന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ, നിത്യമായ കരുണയുള്ള സ്നേഹത്തിൽ നാം നിലനിൽക്കുവാൻ തക്കവണ്ണമാണ്. നമ്മെ തന്നെ ഒന്ന് പുനഃപരിശോധന ചെയ്ത് സമർപ്പിക്കുവാൻ ഒരവസരമാണ് ഈ പാഠപഠനം. വീണ്ടും നാം ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ, ദൈവത്തിന്റെ ഈ ഉടമ്പടി ബന്ധത്തിലുള്ള സ്നേഹമെന്ന് പറയുന്നത് വ്യവസ്ഥാപിതമാണ്. അതിന് വ്യവസ്ഥകളുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള് ധാരാളം നമുക്ക് വായിക്കുവാൻ വേദപുസ്തകം തന്നിട്ടുണ്ട്. ഓരോ വാഗ്ദത്തവും നമ്മുടെ സ്വന്തമാക്കുവാൻ തക്കവണ്ണമുള്ള വ്യവസ്ഥകൾ നാം പാലിക്കുമ്പോഴാണ് ആ വാഗ്ദത്തം നമുക്ക് ലഭ്യമാകുന്നത്. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞത് കൊണ്ട് കർത്താവ് നമ്മുടെ സ്വന്തമാകത്തില്ല. കർത്താവേ കർത്താവേ എന്ന് പറയുകയല്ല, അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുമ്പോഴാണ് നമ്മൾ ആ വ്യവസ്ഥയിലേക്ക് ആയിത്തീരുന്നത്. ദൈവത്തിന്റെ സ്നേഹം വ്യവസ്ഥാപിത, വ്യവസ്ഥ കൂടാതെ അല്ല അവിടെ ഒന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ എല്ലാ പദ്ധതികളിലും വ്യവസ്ഥകൾ വച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നാം പോകുമ്പോൾ അവിടുന്ന് നാം അവിടത്തേക്ക് സ്വന്തമായി നിലനിൽക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ വ്യവസ്ഥ എന്ന് പറയുന്നത് അനുസരണമാണ്. ദൈവത്തിന്റെ സ്നേഹം അനുസരണത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹം അവിടത്തോടുള്ള അനുസരണത്തിലൂടെയാണ് പ്രകടമാക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കും എന്ന് ദൈവമായ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോട് സകല ഭൂസീമവാസികളോടും വിളിച്ചു പറയുകയാണ്. അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ പ്രവർത്തികളെ നാം അറിയാത്തവരായി തന്നിഷ്ടക്കാരായി ജീവിക്കുകയും ചെയ്യുന്നവര് കള്ളന്മാരാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാം കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന്, അവിടുത്തെ വ്യവസ്ഥ ഇന്നതെന്നും ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് താഴ്മയുള്ള ഒരു ഹൃദയം ആവശ്യമാണ്. നമ്മെ ശോധന കഴിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് പ്രാപിക്കുവാൻ ഏറ്റവും ആവശ്യം നമ്മളുടെ ഒന്നുമല്ല എന്ന ആ ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒന്നുമല്ല. അവിടുന്ന് ദൂരത്തിരുന്ന് നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന വലിയവനായ ദൈവമാണ്. അവിടുന്ന് സകല സൃഷ്ടികളെയും പരിപാലിക്കുന്ന ദൈവമാണ്. മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അവിടുന്ന് സങ്കടത്തിലിരിക്കുന്നവരെ പാലിക്കുന്നവനാണ്. ആ ദൈവത്തിന്റെ കരുണയുടെ അപ്രമേയത്വം മനസ്സിലാക്കുവാൻ ഈ വ്യവസ്ഥ ആവശ്യമാണ്. അതുകൊണ്ട് വ്യവസ്ഥ കൂടാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാനും ജീവിക്കുവാനും സാധ്യമല്ല.
ഒരാൾ ദൈവമുണ്ടെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വചനങ്ങളെ അത് അന്വേഷിച്ച് അതിൻ്റെ ആഴങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ ഇഷ്ടം എന്താണ്, എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുവാൻ തന്നെ ഏൽപ്പിക്കുമ്പോൾ നാം ആ വ്യവസ്ഥയ്ക്ക് യോഗ്യരായിത്തീരും. ആ വ്യവസ്ഥയിലെ ആ ബന്ധത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാണ്. യോഹന്നാൻ 16:27 വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടൊരു വചനം നമുക്ക് ഈ പ്രഭാതത്തിൽ നൽകി തരുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 16:27 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചും കൊണ്ട് പിതാവും ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം വിശ്വാസം വളരെ ആവശ്യമാണ്. വിശ്വാസമില്ലാതെ വചനം അനുസരിക്കുവാൻ സാധ്യമല്ല. വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ അനുസരണം. വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ഈ അനുസരണത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അത് നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നിത്യമായ സ്നേഹം ആസ്വദിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധകളെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ആ പരിപാലനം എന്ന് പറയുന്നത് അവിടുത്തെ ദയ കൊണ്ട് ചുറ്റി പരിപാലിക്കുന്ന ഒരു സ്നേഹമാണ്. ദൈവത്തിൻ്റെ ദയ നമ്മളെ ചുറ്റി പരിപാലിക്കുന്നു. ആ പരിപാലനം അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പരിപാലനം, ആ പരിലാളനം ദൈവത്തിൻ്റെ ദയയിൽ പൊതിഞ്ഞതാണ്. അതാണ് ബുധനാഴ്ചത്തെ പാഠത്തിൽ നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഓരോ നിമിഷവും നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഭൂപരപ്പിലെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദയയോ കരുണയോ കൂടാതെ നമുക്ക് നമ്മുടെ ശ്വാസം പോലും എടുക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ശ്വാസം ഒന്ന് എടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ്. ഓക്സിജൻ കിട്ടാതെ വിഷമിച്ചതായ കൊറോണയുടെ കാലഘട്ടത്തിൽ ഒരു നുള്ള ഓക്സിജൻ കിട്ടുവാൻ വേണ്ടി മനുഷ്യർ ചക്രശ്വാസം വലിക്കുന്നതായ ഓരോ ICUകളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് ചെന്നാൽ കരുണയ്ക്കായി വലയുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊന്ന് ശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിൽ പൊതിഞ്ഞ സ്നേഹം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ദയാലുവായ ദൈവം നമ്മളോട് കാട്ടുന്ന കൃപ എത്ര വലിയതാണ്. പലപ്പോഴും നാം ഊറ്റം കൊള്ളുന്നതായ പണവും പ്രതാപവും വിദ്യാഭ്യാസവും കുടുംബ മഹിമകൾക്കും ഒന്നും തന്നെ ഒരു നിമിഷത്തെ ശ്വാസമെടുക്കുവാൻ നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ദയയുടെ പരിപാലനത്തിൽ പൊതിഞ്ഞതായ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അറിയുവാൻ, അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട നാം എത്ര ഭാഗ്യമുള്ളവരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. ആ പരിപാലനത്തിലേക്കാണ് ബുധനാഴ്ചയിലെ പാഠം നമ്മെ കൊണ്ടുപോകുന്നത്. 1 യോഹന്നാൻ 4:7 മുതൽ യോഹന്നാൻ അപ്പോസ്തലൻ ആ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ ദയയുടെ പരിപാലനം എത്ര വിലയേറിയതാണ് എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപാലനത്തിൽ ആയിത്തീരുവാൻ ഭാഗ്യം ലഭിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നാം അന്യോന്യം സ്നേഹിക്ക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടുന്നതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ ദൈവം നമ്മോട് പറയുന്നത് അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ഒരു നാളും കാണാത്ത നാം ദൈവം നമ്മിൽ വസിക്കുന്നെങ്കിൽ, നാം സ്നേഹത്തിൽ വസിക്കുന്നു എങ്കിൽ, നമ്മിൽ സ്നേഹം തികഞ്ഞിരിക്കുമ്പോൾ മാത്രമേ നാം ദൈവമക്കളെന്ന് അവകാശപ്പെടുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന്
ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സ്നേഹിതനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള ദൈവത്തെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ സാധ്യമല്ല. കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. അപ്പം ദയ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കരുണ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദയയിൽ പൊതിഞ്ഞ ഒരു സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്. അങ്ങനെ നമ്മോട് ദയയിൽ പൊതിഞ്ഞ ഈ സ്നേഹം കാണിക്കുമ്പോൾ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവം നമ്മിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നത്. നാം പലപ്പോഴും നാം പുച്ഛിക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ പുച്ഛിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് പലതരത്തിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ? ഒരു ധാരാളം വാചാലമായിട്ട് പ്രാർത്ഥിക്കും, വാചാലമായിട്ട് സംസാരിക്കും, വേദപുസ്തകം നന്നായിട്ട് പഠിപ്പിക്കും, ഒക്കെ ചെയ്യുമെങ്കിലും അവരൻ്റെ ദുഃഖത്തില് കരുണയില്ലാത്ത കണ്ണായിട്ട് നിൽക്കുന്ന അനുഭവങ്ങള് കാണിക്കുമ്പോൾ അവരിൽ എങ്ങനെ ദൈവസ്നേഹമുണ്ടെന്ന് മനസ്സിലാകും? ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മൾ ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ കാണാത്ത ദൈവത്തെ കാണുവാൻ തക്കവണ്ണം കാണപ്പെടുന്ന മനുഷ്യനെ സഹായിക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ, കരുതുന്നതിലൂടെ, ദയ കാണിക്കുന്നതിലൂടെയാണ് അവിടുത്തെ സ്നേഹം നമ്മിലേക്ക് പകർന്നിരിക്കുന്നത് പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം അവസരങ്ങളെ തരുന്നത്. അതാണ് നാം ഈ ഭാഗത്തു നിന്ന് ഗ്രഹിച്ചിരിക്കുന്നതായ കാര്യം. കർത്താവ് തൻ്റെ ഉപമകളിലൂടെ പറയുമ്പോൾ വിശുദ്ധന്മാരല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ കോലാടിനെയും ചെമ്പരിയാടിനെയും വേർതിരിക്കുന്നത് പോലെ ലോകാവസാനത്തിൽ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുന്ന ഒരു ഉപമ പറഞ്ഞിട്ട് കർത്താവ് ആരാണ് അതിൽ വേർതിരിക്കപ്പെടുന്ന നീതിമാൻ, അവരുടെ യോഗ്യത എന്താണെന്ന് ആ ഉപമയിൽ പറയുന്നുണ്ട്. എന്താണ് കർത്താവ് അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്? ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ആ വസ്ത്രമില്ലായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പോഴും നീതിമാന്മാർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ എപ്പോഴാണ് കർത്താവെ നിനക്ക് തന്നത്? അപ്പോൾ പറയാം, നീ ഏറ്റവും ഈ താഴ്ചയിലിരുന്നവനിൽ നിങ്ങൾ എന്നെ കണ്ടതുകൊണ്ട് അവർക്ക് ചെയ്തതൊക്കെ നിങ്ങൾ എനിക്കായിട്ട് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ദയോടുകൂടിയ സ്നേഹമെന്ന് പറയുന്നത് പൊതിഞ്ഞു വെക്കാനുള്ളതല്ല. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പരാജയം അവിടെയായിരുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത് തനിക്കൊരു പ്രകാശം മറ്റുള്ളവരിലേക്ക് ഏകദൈവത്തിൻ്റെ പ്രകാശം, സ്നേഹമൊക്കെ പകരുന്നതിന് വേണ്ടിയാണ് അവർക്ക് വിടുതൽ കൊടുത്ത് അവരെ തിരഞ്ഞെടുത്തത്. പക്ഷെ അവരതിൽ പരാജയപ്പെട്ടപ്പോൾ അവർ മറ്റുള്ളവരുടെ ഇടയിൽ പുച്ഛിക്കപ്പെടുവാനും നിന്ദിക്കപ്പെടുവാനും ചിതറിക്കപ്പെടുവാനും ഒക്കെ ഇടയായത് ഈ ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആ ആഗ്രഹം നിവർത്തിക്കാഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഇത് തന്നെയാണ് ദൈവം ആവർത്തിച്ച് മനുഷ്യനോട് പറയുന്നത്. പിതാവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ദൈവ സ്നേഹമാണെന്ന് മാനവകുലത്തിന് മനസ്സിലാക്കി കൊടുത്ത് തൻ്റെ അവസാനതുള്ളി രക്തം പോലും ചൊരിയുവാൻ മടി കാണിക്കാത്ത ആ പുത്രന്റെ സ്നേഹത്തിലൂടെ പിതാവിൻ്റെ സ്നേഹം പകരുമ്പോൾ ഒരു മനുഷ്യനു വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാനും തക്ക സമയത്ത് അവനോട് കരുണ കാണിക്കുവാനും നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ ഈ ഒരു അനുഭവം പ്രാപിക്കുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. ദയയിൽ പൊതിഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി തീരുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നാം വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചതാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചതായതുകൊണ്ട് അത് സൗജന്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പകരണം. അതാണ് ദൈവ കുഞ്ഞിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. സൗജന്യമായിട്ട് കിട്ടിയത് കാശിന് വിൽക്കുന്നവരാണ് ഇന്ന് അധികമുള്ളവരും. ദൈവം അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവകാശവാദങ്ങൾ പലതും പറയാൻ പറ്റും, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം അത് സൗജന്യമായിട്ടാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് നേടിയതല്ല, നമ്മുടെ കർമ്മം കൊണ്ട് നേടിയതല്ല. പിന്നെയോ നമ്മുടെ കർമ്മത്തെയും നമ്മുടെ പ്രവൃത്തിയെയും എല്ലാം അഴുക്ക് പിടിച്ച് ചെളി പുരണ്ട് ഒരിക്കലും മാറാത്ത കറയായി നിന്നപ്പോഴും അവിടുത്തെ ഒരു തുള്ളി രക്തം ആ ജീവിതത്തിലേക്ക് ഒഴുക്കി അതിനെ ശുദ്ധമാക്കി നമുക്ക് സൗജന്യമായി നൽകി തന്ന ഈ സ്നേഹം
നാം സൗജന്യമായിട്ട് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണമാണ്. അതിന് നമുക്ക് കഴിയണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ എൻ്റെ സ്നേഹിതരാകണമെങ്കിൽ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? നല്ല സാക്ഷ്യമുള്ളവരായി തീരണം. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാൻ തീരുമാനമെടുത്ത പത്രോസ് പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് അതിനു മുമ്പ് തന്നെ പത്രോസിനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളെ കൊടുക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആ പത്രോസ് ഒരു ദർശനം കാണുന്നുണ്ട്. പത്രോസിലെ രൂഢമൂലമായിരുന്ന ചില വൈകല്യ സ്വഭാവങ്ങൾ മാറ്റുവാൻ തക്കവണ്ണം ഒരു തുപ്പട്ടി നിറയെ നാൽക്കാലികളും ഇഴജാതികളും അറപ്പ് ജനിപ്പിക്കുന്ന ജീവജാലങ്ങളെ ഇറക്കി അറുത്തു തിന്നുക എന്നുള്ളതായ ഒരു അശരീരി വന്ന് 3 പ്രാവശ്യം തുപ്പട്ടി ഇറക്കുകയും മുകളിലേക്ക് വലിക്കുകയും ചെയ്ത് കാണിച്ചു കൊടുത്തതിൻ്റെ അർത്ഥം എന്തിനാണെന്ന് നാം ഒന്ന് ആഴമായി പഠിച്ചാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യങ്ങൾ മാറണം. നമ്മളിലുള്ളതായ ആ വൈകല്യങ്ങൾ മാറണം. നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് പ്രദർശിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചില വൈകല്യ സ്വഭാവങ്ങളാണ്. ആ വൈകല്യ സ്വഭാവങ്ങൾ ചിലപ്പോൾ നമ്മളിലെ ജാതി വ്യവസ്ഥയായിരിക്കാം, ജാതി പറയുന്നതായിരിക്കാം, കാണിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഉന്നതഭാവം കാണിക്കുന്ന എന്ത് തന്നെ ആയിരുന്നാലും തുപ്പട്ടിയിലെ മൃഗജാലങ്ങളെ, സകല ജീവജാലങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അതിലൂടെ പഠിപ്പിച്ച ദൈവം ആഹാരകാര്യമല്ല, മറിച്ച് നിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്ന യഹൂദ ജാതിയുടെ ഉന്നതമായ കാര്യം മാത്രം, മറ്റുള്ളവരൊക്കെ മോശമാണെന്ന ചിന്തയാണ് പത്രോസിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞത്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് വരുന്നവരുടെ കൂടെ പോകുവാനുള്ള മനസ്സ് ഈ പത്രോസിൽ ഒരുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, സൗജന്യമായിട്ടാണ് നമുക്ക് ദൈവം ചെയ്തിരിക്കുന്ന സ്നേഹവും രക്ഷയും നൽകി തന്നിരിക്കുന്നത്. നാം കാശ് കൊടുത്ത് വാങ്ങിച്ചതും കഷ്ടപ്പെട്ടതും അല്ല. നാം അവനെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മളെ സ്നേഹിച്ചതാണ്. റോമാലേഖനത്തിൽ ഇവിടെ പറയുന്നത്, ദൈവമാണ് നമ്മളെ മുമ്പേ സ്നേഹിച്ചത്, നാം അവിടുത്തോട് സ്നേഹിച്ചിട്ടില്ല. നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മൾ പാപത്തിൽ കിടന്നപ്പോഴും അവിടുന്ന് നമ്മളോട് കാണിച്ചതായ ഈ ദയോട് കൂടിയതായ ഈ സ്നേഹം നാം അത് ഏറ്റെടുക്കുമ്പോൾ, വ്യവസ്ഥ ചെയ്യുമ്പോൾ, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ, ആ ഉടമ്പടിயின் കീഴിൽ ആ ബന്ധം ദൃഢമായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, സൗജന്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവസ്നേഹവും ആ അനുഗ്രഹങ്ങളോടുകൂടി ലഭിച്ചിരിക്കുന്ന അവിടുത്തെ കരുണയും എല്ലാം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമാണ്. ഈ ആഴ്ചയിലെ പാഠമെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹമെന്ന് പറയുന്നത് ദൈവം നമ്മളെ മുമ്പേ സ്നേഹിച്ചതുകൊണ്ടാണ്. നിത്യമായ സ്നേഹത്താലാണ് അവിടുന്ന് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. അവിടുത്തെ സ്നേഹം വ്യവസ്ഥാപിതമാണ്. വ്യവസ്ഥയിൽ നിലനിൽക്കുവാൻ, ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവവുമായിട്ട് നാം നല്ല വിശ്വാസത്തിലും നല്ല ബന്ധത്തിലും നിലനിൽക്കേണ്ടുന്നത് ആവശ്യമായതുകൊണ്ട് അനുസരണത്തിലൂടെയാണ് അത് വെളിവാക്കുന്നതെന്ന് നാം പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ വചനത്തിൻ്റെ ആകെ തുക നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ അവസരങ്ങളെ തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മിലേക്ക് വരുവാൻ ധാരാളമായിട്ട് ഇടവരുത്തേണ്ടുന്നതിന് ദൈവം നമ്മയോട് കാണിക്കുന്ന കരുണ മറ്റുള്ളവർക്കും കൂടി പകരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 15-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ, തൻ്റെ ജീവനെ തന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് പോലെ നാമും തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതാണ്. 10 കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൽപ്പനയായിട്ട് ദൈവം പഠിപ്പിക്കുമ്പോൾ, 1 ദൈവത്തെ സ്നേഹിക്കുക, 2 നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. ഇതിനകത്ത് സകല ന്യായപ്രമാണങ്ങളും എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആകെ സത്താണ് ആ ഒരു വാക്യത്തിലൂടെ പ്രദർശിപ്പിക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നാമും മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വക്താക്കളായി, പ്രവർത്തിക്കുന്നവരായി,
ചിന്തിക്കുന്നവരായി ഇരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ആക്കിയാണ്. ഒരു ദിവസം കൂടി നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഈ സ്നേഹം പ്രദർശിപ്പിക്കാനാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കാനാണ്. ഒരു പൂവിനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് സൗരഭ്യവാസനയായി നയനങ്ങൾക്ക് ആനന്ദമായി തീരുവാനൊക്കെ ചെയ്യുന്നത് പോലെ നമ്മെ എത്ര വിലയേറിയവരായി, നമ്മളെ മാന്യരായി തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ, പേര് ചൊല്ലി വിളിച്ചിരിക്കുമ്പോൾ, ഓമനെ പേര് ചൊല്ലി വിളിച്ച് വഴി നടത്തുമ്പോൾ, അവിടുത്തെ സ്നേഹത്തിന്റെ ആഴങ്ങളെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പകരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ പാഠത്തിൽ നിന്ന് ഞാൻ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നിത്യമാണ്. അത് ഉടമ്പടി പ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നതായ സ്നേഹമാണ്. അത് ദയയിൽ പൊതിഞ്ഞ ഒരു സ്നേഹമാണ്. അതുമാത്രമല്ല, ഈ സ്നേഹം നമുക്ക് നൽകി തന്നിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടിയതല്ല, പണം കൊണ്ട് നേടിയതല്ല, കഷ്ടപ്പെട്ട് സമ്പാദിച്ചതുമല്ല. ഇത് നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചതായതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വക്താക്കളായി നാം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനായിട്ട് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പാഠങ്ങളും ദൈവസ്നേഹത്തിന്റെ വലിയ മൂല്യം നമുക്ക് നൽകി തരുമ്പോൾ അതിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് വേർതിരിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകേണ്ടുന്നതിന് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമേറിയ ഒരു വർഷത്തിന്റെ പ്രാരംഭത്തില് നല്ല സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തലങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവമേ, അത് കേട്ട് കളയുവാനുള്ളതല്ല, അത് അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം, കൃപ തരണം. അതിനായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് അതിനുള്ള മുദ്ര തന്ന് ഞങ്ങളെ സഹായിക്കണം. കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചു കൊള്ളണം. അവിടുത്തെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. മാനവും മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു ശബദിന്റെ അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.